കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും അതുപോലെ തന്നെ സർവീസ് സംഘടനകളും ഒക്കെ പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ഈ പണിമുടക്ക് പുരോഗമിക്കുകയുമാണ്. ഈ KSRTC ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനുകളിലും ഒക്കെ യാത്രക്കാർ പലരും കുടുങ്ങിക്കിടക്കുന്നുണ്ട്. പല ജില്ലകളിലും സർവീസ് നടത്തിയ KSRTC ബസ്സുകൾ സമര അനുകൂലികൾ തടഞ്ഞിട്ടുമുണ്ട്. നമുക്ക് ഓരോ ജില്ലകളിലെയും വിവരങ്ങളിലേക്ക് പോകാം. തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗ്, കൊച്ചിയിൽ നിന്ന് സഹിനാചനെ, ഒപ്പം കോഴിക്കോട് നിന്ന് ബെൻസൻ ബാബുവും ചേരുന്നുണ്ട്. ആദ്യം അനുരാഗിലേക്ക് പോവുകയാണ്. അനുരാഗ്, നമ്മൾ രാവിലെയൊക്കെ സംസാരിക്കുമ്പോൾ പലരും ട്രെയിനിലൊക്കെ വന്നിറങ്ങി കുടുങ്ങിക്കിടക്കുന്നത് കണ്ടിരുന്നു. KSRTC ബസ്സൊന്നും സർവീസും നടത്തുന്നുണ്ടായിരുന്നില്ല, ഡിപ്പോകളും ഒക്കെ കാലിയായിരുന്നു. ഇപ്പോൾ എന്താണ് അവസ്ഥ? എന്തെങ്കിലും അക്രമ സംഭവങ്ങൾ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഞാനിപ്പോൾ ഉള്ളത് തമ്പാനൂർ ബസ് ടെർമിനലാണ്. ഇവിടെ നിന്ന് നെയ്യാറ്റിൻകരയിലേക്കുള്ള സർവീസുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇപ്പോൾ നെയ്യാറ്റിൻകരയിലേക്കാണ് ഈ ബസ് പോകുന്നത്. അതിന് തമ്പാനൂർ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുന്നിൽ നിന്ന് പോലീസ് ജീപ്പ് പോകുന്നുണ്ട്, പുറകിൽ നിന്നാണ് ഈ ബസ് പോകുന്നത്. നെയ്യാറ്റിൻകര ഡിപ്പോയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സർവീസ് ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയിരിക്കുന്നത്. 41 സർവീസുകൾ നടത്തിയെന്നാണ് ഇതുവരെയുള്ള കണക്ക്. എന്തായാലും ഇവിടെ ഇപ്പോൾ മറ്റ് ബസ്സുകൾ, ദീർഘദൂര ബസ്സുകൾ തടയുന്ന കാഴ്ചയാണ്. മറ്റ് നെയ്യാറ്റിൻകരയിലേക്ക് ഇടറോഡുകൾ അല്ലെങ്കിൽ ഈ ഉൾപ്രദേശങ്ങളിലേക്കുള്ള വാഹനങ്ങൾ, ബസ്സുകൾ മാത്രമാണ് ഇവിടെ നിന്ന് ഇപ്പോൾ സർവീസ് നടക്കുന്നത്. ദീർഘദൂരത്തേക്ക് പോകുന്ന ബസ്സുകളെല്ലാം ഉള്ളിൽ തടയുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നേരത്തെ നമ്മൾ അത് കണ്ടിരുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് കൊട്ടാരക്കരയിലേക്കും മറ്റ് ദീർഘദൂരം പോകുന്ന ബസ്സുകളൊക്കെയും പുറത്തേക്ക് പോകാത്ത രീതിയിൽ മറ്റ് ബസ്സുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സമര അനുകൂലികൾ തന്നെയാണ് ഈ ബസ്സുകൾ ആ രീതിയിൽ പുറത്തേക്കുള്ള വഴിയിൽ അടച്ചുകൊണ്ട് ഇത് പാർക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആളുകൾ വലഞ്ഞിരിക്കുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ വലഞ്ഞത് ദീർഘദൂരത്ത് നിന്ന് വന്ന ആളുകളാണ്. മറ്റ് ജില്ലകളിൽ നിന്ന് ഇവിടേക്ക് എത്തിയ ആളുകളാണ് വലഞ്ഞിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കൈക്കുഞ്ഞുങ്ങളുമായി പലരും എത്തിയിട്ടുണ്ട്. അവർക്കൊന്നും പോകാൻ സാധിക്കുന്നില്ല. ചുരുക്കം ചില ഓട്ടോറിക്ഷകൾ മാത്രമാണ് സർവീസ് നടത്തുന്നത്. അതുപോലെ നെയ്യാറ്റിൻകരയിലേക്ക്, അതുപോലെ ഉള്ള പ്രദേശങ്ങളിലേക്ക് മാത്രം ബസ്സുകൾ ഉണ്ട്. അതിനൊപ്പം മറ്റ് പലയിടങ്ങളിലും ഈ വാഹനങ്ങൾ തടയുന്നുണ്ട്. ആറ്റിങ്ങലിലും കാട്ടാക്കടയും നെയ്യാറ്റിൻകരയും പാലോടിലും നെടുമങ്ങാടിലുമെല്ലാം സമരാനുകൂലികൾ വാഹനങ്ങൾ തടയുന്നുണ്ട്. പലയിടത്തും ബസ്സുകൾ തടഞ്ഞ് അത് ഡിപ്പോയിലേക്ക് മാറ്റുന്നു. കാട്ടാക്കടയിൽ സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ തടയുന്ന സ്ഥിതിവിശേഷമുണ്ട്. ചിലയിടത്ത് ലോറിയും ഓട്ടോറിക്ഷയും ഒക്കെ തടയുന്നു. എന്തായാലും നിലവിൽ തിരുവനന്തപുരത്ത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ വാഹനങ്ങൾ തടയുന്നുണ്ട്, അവരെ യാത്ര ചെയ്യാൻ അനുവദിക്കുന്നില്ല. മറ്റ് കയ്യാങ്കളിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും നാശനഷ്ടത്തിലേക്കൊന്നും ഇതുവരെ തിരുവനന്തപുരത്ത് ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന യാത്രക്കാർക്ക് RCCയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും മറ്റ് ആശുപത്രിയിലേക്കൊക്കെ പോകാൻ വരുന്ന ആളുകൾക്ക് പോലീസ് വാഹനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് വാഹനം തന്നെയാണ്, പോലീസിന്റെ വലിയ ബസ്സുകൾ തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായി ആളുകൾ നിറയുന്നതനുസരിച്ച് അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. വലിയ ആശ്വാസമാണ് പോലീസിന്റെ ഈ സേവനമെന്ന് അവർ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ പോലീസ് തലസ്ഥാനത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പലയിടങ്ങളിലും ബസ്സുകൾ തടയുന്ന സാഹചര്യത്തിലാണ് ഈ പോലീസിന്റെ സുരക്ഷ കൂടി പലയിടങ്ങളിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ പോലീസ് ഈ KSRTC ബസ്സിന് മുന്നിൽ പോലീസ് ജീപ്പ് കൂടി പോകുന്നുണ്ട്. രാവിലെ പക്ഷേ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. ബസ്സുകൾ മാത്രമായിരുന്നു ഈ സർവീസ് നടത്തിയിരുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഡിപ്പോ ഭാഗങ്ങളിൽ ബസ്സുകൾ തടയുന്ന സാഹചര്യമുണ്ടായി. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് പോലീസ് കൂടി ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. എന്തായാലും സമാന്തരമായി റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് പോലീസിന്റെ ബസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജുകളിലേക്കും മറ്റ് ആശുപത്രികളിലേക്കും സർവീസ് നടത്തുന്നു. ബസ്സുകൾക്ക് മുന്നിൽ ഒരു എസ്കോർട്ട് പോലെ കൊടുത്തുകൊണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ ആ രീതിയിലും പോലീസ് ഇടപെടുന്നുണ്ട്. ഏതായാലും തലസ്ഥാനത്ത് കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിരത്തുകളിൽ ഉള്ളത്. ചുരുക്കം ചില ഓട്ടോറിക്ഷകളുണ്ട്. ഓട്ടോറിക്ഷകളിലൊക്കെ സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഞെരുങ്ങിയാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. കാരണം അത്രത്തോളം ഒരു വാഹനങ്ങളുടെ അപര്യാപ്തത ഇവിടെയുണ്ട്. ബസ് സ്റ്റാൻഡിനകത്തായാലും പലരും ഇപ്പോഴും കാത്തിരിക്കുന്നു. മന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് വന്നവരാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു KSRTC സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ തന്നെയും യൂണിയനുകളും എല്ലാം വ്യക്തമാക്കി അവർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്തായാലും പണിമുടക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പൊതുഗതാഗതമല്ലാതെ ഓട്ടോറിക്ഷ അടക്കമുള്ള പൊതു വാഹനങ്ങളല്ലാതെ സ്വകാര്യ വാഹനങ്ങൾ കൂടുതലായിട്ട് ഇറങ്ങുന്നുണ്ടോ? നമുക്ക് റോഡ് പരിശോധിച്ചാൽ മനസ്സിലാകും. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണവും വളരെ കുറവാണ്. വിരലിലെണ്ണാവുന്ന വാഹനങ്ങൾ മാത്രമാണ്. കാരണം ഇന്ന് എല്ലാ ഇടങ്ങളും അടഞ്ഞു കിടക്കുകയാണ്. കടകളായാലും അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളായാലും എല്ലായിടത്തും പണിമുടക്കാണ്. അതുകൊണ്ട് പുറത്തേക്ക് ആളുകൾ ഇറങ്ങുന്ന കാഴ്ച ഇല്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ എണ്ണവും കുറവ് തന്നെയാണ്. ഇപ്പോൾ തമ്പാനൂരിലെ പ്രധാന ജംഗ്ഷനാണ്. ഇതുവഴിയൊക്കെ നമുക്ക് സേതുവിന് വ്യക്തമായി അറിയാമായിരിക്കും. തിങ്ങി ഞെരുങ്ങി വാഹനങ്ങൾ എപ്പോഴും പോകുന്ന ഒരു സമയമാണ് ഈ ഓഫീസ് ടൈം. പക്ഷേ ഇന്ന് ഒരു വാഹനം പോലും ഇപ്പോൾ നമുക്ക് ഈ പ്രധാനപ്പെട്ട ഈ ജംഗ്ഷനിൽ കാണാനില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ പണിമുടക്ക് പൂർണ്ണമെന്ന് പറയേണ്ടി വരും. കടകൾ എല്ലായിടത്തും അടഞ്ഞു കിടക്കുന്നു. പലരും